ജമ്മുകശ്മീരിൽ ഭീകരാക്രമണം 3 സൈനികർ കൊല്ലപ്പെട്ടു. കശ്മീരിലെ പാംപോർ മേഖലയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. സൈനികരുടെ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. മനുശങ്കർ ചേരുന്നു. മനു, എന്തായിരുന്നു സംഭവിച്ചത്? ജമ്മു കാശ്മീരിലെ പാംപോറിൽ സൈനിക വ്യൂഹത്തിന് നേരെ മോട്ടോർ സൈക്കിളിൽ എത്തിയ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. സൈന്യവും തിരികെ വെടിയുതിർത്തു. എന്നാൽ ജനവാസ കേന്ദ്രമായിരുന്നു ഈ പാംപോറിലേത്. അതിനാൽ തന്നെ ഒരു തുറന്ന ആക്രമണത്തിലേക്ക് സൈന്യത്തിന് കടക്കാൻ സാധിച്ചില്ല. ഭീകരർ നടത്തിയ വെടിവയ്പിൽ 3 സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. 2 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ സമീപത്തെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ഏറ്റുമുട്ടലിനിടയിൽ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്ന് ഒരു ഗ്രാമത്തിലെ ഒരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ബുധനാഴ്ച ആനന്ദ് നഗറിലും ബാരാമുള്ളയിലും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് 4 ഭീകരർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെ ഇന്ത്യയിലെത്തിയ പാക് വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് പ്രധാനമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും ഇനിയും ഇത്തരത്തിൽ അതിർത്തി കടന്നൊരു ഭീകരാക്രമണം ഉണ്ടാകില്ല എന്ന് ഫോണിലൂടെ ഒരു ധാരണയിൽ എത്തുകയും മറ്റും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും ഈ പാക് സൈനികരുടെ വെടിവെപ്പിന്റെ മറവിൽ കൂടുതൽ ഭീകരർ കൂടി അതിർത്തി കടന്ന് സംസ്ഥാനത്തിനകത്ത് എത്തുന്നത്. ഈ ഭീകരർ ഇപ്പോൾ വാഹനവ്യൂഹത്തിന് നേരെ വെടിയുതിർത്ത ഭീകരിൽ ആരെയും കീഴ്പ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അരുൺ, മനുശങ്കർ വിവരങ്ങൾ നൽകിയത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ CBI അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ റിമാൻഡ് ചെയ്തു. 7 ദിവസത്തെ CBI കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് മുൻ സേനാ മേധാവിയെ ഡിസംബർ 30 വരെ റിമാൻഡ് ചെയ്തത്. SP ത്യാഗി, ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖെയ്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി ബുധനാഴ്ച പരിഗണിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സൈനിക തലവനായിരുന്ന വ്യക്തി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാകുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ CBI അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗിയെ ഡിസംബർ 30 വരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. നേരത്തെ CBIയുടെ ആവശ്യപ്രകാരം ചോദ്യം ചെയ്യാനായി 7 ദിവസം മുൻ വ്യോമസേനാ മേധാവിയെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി, ബന്ധു സഞ്ജീവ് ത്യാഗി, അഭിഭാഷകൻ ഗൗതം ഖേത്താൻ എന്നിവരെ റിമാൻഡ് ചെയ്തത്. ഇവരുടെ ജാമ്യാപേക്ഷ ഈ ബുധനാഴ്ച ദില്ലി പ്രത്യേക കോടതി പരിഗണിക്കും. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ കരാർ ഇറ്റാലിയൻ കമ്പനിക്ക് ഉറപ്പിക്കാൻ ഹെലികോപ്റ്ററിന് പറക്കാവുന്ന ഉയരം 6000 മീറ്ററിൽ നിന്ന് 4500 മീറ്ററാക്കി ചുരുക്കിയിരുന്നു. ഇത്തരം ഇളവുകൾ അനുവദിച്ചത് SP ത്യാഗി വ്യോമസേനാ മേധാവിയായിരുന്ന സമയത്താണ്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്ന് നിരന്തരം മാനദണ്ഡങ്ങൾ തിരുത്താൻ സമ്മർദ്ദമുണ്ടായി എന്നും മുൻ വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സെക്രട്ടറിയും മലയാളിയുമായിരുന്ന GK പിള്ള എന്നിവരെ CBI ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ പുനർവിചാരണയ്ക്ക് ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടു. കമ്പനി മേധാവിയെ 4.5 വർഷം തടവിന് ശിക്ഷിച്ചത് മരവിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാനാണ് കോടതി ഉത്തരവ്. അതേസമയം നാഷണൽ ഹെറാൾഡ് ഭൂമി ഇടപാട് കേസ് CBIക്ക് കൈമാറാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. രാഷ്ട്രീയ പകപോക്കൽ എന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി നൽകിയെന്ന് കണ്ടെത്തിയാണ് ഇറ്റാലിയൻ കോടതി നേരത്തെ കമ്പനി മേധാവി ഗീസഫോർസിയെ ശിക്ഷിച്ചത്. കമ്പനി CEO ഗീസഫോർസിയെ 4.5 വർഷത്തെ തടവിനാണ് 8 മാസം മുമ്പ് ഇറ്റാലിയൻ കോടതി വിധിച്ചത്. ഇതിന് പിന്നാലെയാണ് ശിക്ഷ മരവിപ്പിച്ച് പുനർവിചാരണ നടത്താൻ ഇറ്റാലിയൻ പരമോന്നത കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ ഇടനിലക്കാരൻ ക്രിസ്റ്റ്യൻ മിഷേലിന്റെ ഡയറി കുറിപ്പിൽ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് ഇടപാടുറപ്പിക്കാൻ കോടികൾ നൽകിയെന്നും AP എന്ന ആൾക്ക് ഇതിന് ചുക്കാൻ പിടിച്ചെന്നും വെളിപ്പെടുത്തിയിരുന്നു. AP എന്നത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി അഹമ്മദ് പട്ടേൽ എന്നാണ് CBI കരുതുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേസിൽ പുനർവിചാരണ ഇറ്റലിയിൽ നടക്കുക. കരാർ ഉറപ്പിക്കാൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന് CBI അറസ്റ്റ് ചെയ്ത വ്യോമസേനാ മേധാവി കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം നാഷണൽ ഹെറാൾഡ് കേസിൽ അസോസിയേറ്റ് ജേർണൽസിന് ഭൂമി വാങ്ങിയ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ CBI അന്വേഷണം നടത്താൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചു. എന്നാൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിവുകൾ രാഹുൽ ഗാന്ധി പുറത്തുവിടാത്തതിൽ പ്രതിപക്ഷ ഐക്യം തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇറ്റലിയിൽ വീണ്ടും പുനർവിചാരണ ആരംഭിക്കുന്നത്. വിചാരണ ഇറ്റലിയിലെങ്കിലും രാഷ്ട്രീയ പ്രതിധ്വനികൾ ഇന്ത്യയിൽ തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.
പ്രധാനമന്ത്രിക്കെതിരെ അഴിമതിക്ക് തെളിവുണ്ടെന്ന് പറഞ്ഞിട്ടും പുറത്തുവിടാത്ത രാഹുൽ ഗാന്ധിയുടെ നിലപാടിൽ കോൺഗ്രസിനകത്തും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും കടുത്ത അമർഷം. രാഹുൽ തെളിവുകൾ എപ്പോൾ പുറത്തുവിടുമെന്ന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചോദിച്ചു. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട കേസുകളിൽ കേന്ദ്രം അന്വേഷണം ഊർജിതമാക്കിയത് ഹൈക്കമാൻഡിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. അഴിമതിയുടെ കാര്യത്തിൽ രാഹുലും മോദിയും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന തരത്തിലുള്ള ചർച്ചയും സജീവമാണ്. നോട്ട് അസാധുവാക്കിയ നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഴിമതിക്ക് തെളിവുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം. എന്നാൽ 2 ദിവസം പിന്നിട്ടിട്ടും തെളിവുകൾ പുറത്തുവിട്ടില്ലെന്ന് മാത്രമല്ല, അനവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ പ്രധാനമന്ത്രിയുമായി കൈകൊടുക്കാൻ പോകരുതെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ അഭ്യർത്ഥന തള്ളിയാണ് രാഹുലും സംഘവും മോഡിയെ കണ്ടത്. NCP, BSP, SP എന്നീ പ്രതിപക്ഷ പാർട്ടികൾ കൂടിക്കാഴ്ചയിൽ പരസ്യമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. രാഹുലിന്റെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ കലാപക്കൊടി ഉയർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിക്കെതിരെ തെളിവുണ്ടെന്ന് പറഞ്ഞതും മോഡിയുമായി കൂടിക്കാഴ്ച നടത്തിയതും രാഹുലിന്റെ അപക്വമായ തീരുമാനവും എടുത്തുചാട്ടവുമായിരുന്നു എന്ന അഭിപ്രായമാണ് പാർട്ടിയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്കുള്ളത്. പാർലമെന്റിൽ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും ഉൾപ്പെടെ അമർഷമുണ്ടെന്നാണ് സൂചന. അതേസമയം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, നാഷണൽ ഹെറാൾഡ്, റോബർട്ട് വദ്രയുടെ ഭൂമി ഇടപാടുകൾ തുടങ്ങി അഴിമതി കേസുകളിൽ അന്വേഷണം ഊർജിതമാക്കി കേന്ദ്രം കോൺഗ്രസിന് ആഘാതം ഏൽപ്പിച്ചതാണ് രാഹുലിന്റെ മൗനത്തിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു. അഴിമതിക്കാര്യത്തിൽ രാഹുലും മോഡിയും തമ്മിൽ ധാരണയിലെത്തിയെന്ന ചർച്ചകളും സജീവമാണ്. വരും ദിവസങ്ങളിലും രാഹുൽ പ്രഖ്യാപിച്ച തെളിവ് പുറത്തുവിടാതിരുന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ അത് സാരമായി ബാധിക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി എയിംസ് ആശുപത്രിയിൽ രോഗികളെ പിഴിഞ്ഞ് ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ പരിഷ്കാരം. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ആധാർ കാർഡ് ഉടമകൾക്ക് സൗജന്യ രജിസ്ട്രേഷൻ അനുവദിക്കും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും ഏർപ്പെടുത്തും. പണരഹിത ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന കേന്ദ്ര സർക്കാർ നയത്തിന് പിന്തുണ നൽകാനാണ് എയിംസിൽ പുതിയ പരിഷ്കാരം നടപ്പാക്കുന്നത്. ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ രജിസ്ട്രേഷൻ ഫീസ് 10 ഇരട്ടി കൂട്ടി. നിലവിൽ 10 രൂപയുള്ള സ്ഥാനത്താണ് ജനുവരി 1 മുതൽ 100 രൂപ ഈടാക്കുന്നത്. അതേസമയം ആധാർ കാർഡ് ഉള്ളവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാക്കി. രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് യൂണിക് ഹെൽത്ത് ഐഡന്റിഫിക്കേഷൻ കാർഡ് നൽകുകയാണ് ഇപ്പോഴത്തെ പതിവ്. UHID നമ്പർ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കണമെന്ന് എയിംസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രോഗികളെ പിഴിയാനുള്ള എയിംസിന്റെ തീരുമാനം ദൗർഭാഗ്യകരമാണെന്നും സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്നും PK ബിജു MP പറഞ്ഞു. പൊതുജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ആധാറുമായി നിർബന്ധിതമായി കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് ആധാർ കാർഡ് ഇല്ലാത്ത രോഗികളുടെ മേൽ അമിത ചാർജ് ഏർപ്പെടുത്താനുള്ള തീരുമാനം. ഇത് അടിയന്തിരമായി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഡിജിറ്റൽ പണമിടപാട് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രീപെയ്ഡ് കാർഡും എയിംസ് പുറത്തിറക്കും. ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ഫീസ് കുത്തനെ കൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം നല്ല കാര്യം തന്നെ. എന്നാൽ പാവപ്പെട്ട രോഗികളുടെ ആശ്രയ കേന്ദ്രമായ എയിംസ് ആശുപത്രിയെ തന്നെ ഇതിന്റെ പരീക്ഷണ കേന്ദ്രമായി മാറ്റണോ എന്നതാണ് ഉയരുന്ന ചോദ്യം. ദില്ലിയിലെ എയിംസ് ആശുപത്രിക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. DCC പുനഃസംഘടനയിൽ പരസ്യ വിമർശനവുമായി MM ഹസൻ. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡിന് വീഴ്ച പറ്റി, ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിച്ചില്ലെന്നും ഒരു വിഭാഗത്തിന് അപ്രമാദിത്വം ലഭിച്ചുവെന്നും ഹസൻ വയനാട് പറഞ്ഞു. പരിചയസമ്പന്നരാണ്, യുവാക്കളാണ്. പക്ഷേ എല്ലാ സമവാക്യങ്ങളും പാലിക്കുന്നതിൽ ഹൈക്കമാൻഡിന് തീർച്ചയായിട്ടും പരാജയം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരു വിഭാഗത്തെ ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള തൃപ്തിയില്ല. AICC ആയി പ്രഖ്യാപിച്ചു വന്നപ്പോൾ ഒരു വിഭാഗത്തിന് അപ്രമാദിത്വമുള്ള ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലുള്ള തൃപ്തിക്കുറവ് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാംസൺ ബിൽഡേഴ്സ് ഫ്ളാറ്റ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കേസ് അന്വേഷണം കൂടുതൽ സിനിമാ താരങ്ങളിലേക്കും നീളുന്നു. അറസ്റ്റിലായ സിനിമാ താരം ധന്യ മേരി വർഗീസ് ഉൾപ്പെടെയുള്ള പ്രതികൾ പലരിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ ഉപയോഗിച്ച് കൊച്ചിയിലും ബാംഗ്ലൂരിലും ഭൂമിയും ഫ്ളാറ്റും വാങ്ങിയതായി പോലീസിന് സൂചന ലഭിച്ചു. അതേസമയം കേരളത്തിൽ ഇവർ ഭൂമി വാങ്ങിയിട്ടുണ്ടോ എന്നറിയാൻ രജിസ്ട്രേഷൻ IG-ക്കും അന്വേഷണ സംഘം അപേക്ഷ നൽകി. സാനുമാഷിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ പൗരാവലി സ്വീകരണം നൽകുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിലെ ഓരോ വർഷവും എന്നല്ല, ഓരോ നിമിഷവും
സാർത്ഥകമായി ഉപയോഗിച്ചു. തനിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്നല്ല പറയേണ്ടത്. സാനുമാഷിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ പൗരാവലി സ്വീകരണം നൽകുകയാണ്. ചടങ്ങിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. പരിപാടിയിലേക്ക് തന്നെ. സാനുമാഷ് ഷഷ്ഠ്യബ്ദപൂർത്തിയിലെത്തിയപ്പോഴും സപ്തതിയിൽ എത്തിയപ്പോഴും നവതിയിൽ എത്തുമ്പോഴുമൊക്കെ ആ വേളകളെല്ലാം കേരളമാകെ, മലയാളികളാകെ ആഘോഷമാക്കി മാറ്റുന്നത്. പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും അവരുടെ കുടുംബങ്ങളും മാത്രമാണ് ആഘോഷിക്കാറുള്ളത്. സാനുമാഷിൻ്റെ കുടുംബം കേരളം പൊതുവിലാണ്. കുടുംബാംഗങ്ങൾ മലയാളികളാകെയാണ്. അതുകൊണ്ട് തന്നെ സാനുമാഷിൻ്റെ നവതി മാഷിൻ്റെ കുടുംബത്തിൻ്റെ മാത്രമായ സന്തോഷവേളയാവാതെ കേരളത്തിൻ്റെ ആകെ സന്തോഷവേളയാവുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതൊരു വളരെ വിലപ്പെട്ട അനുഭവമായി മാറുകയാണ് എന്നുകൂടി പ്രസ്താവിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏറിയ പങ്കും സാനുമാഷ് വായനയ്ക്കും പഠനത്തിനും വേണ്ടിയാണ് മാറ്റിവെച്ചത്. അങ്ങനെ ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്ന് പ്രസരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ വെളിച്ചവും സ്വന്തം മനസ്സിലേക്ക് ആവാഹിച്ചു. ആ വെളിച്ചം തൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, പ്രബന്ധങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ സമൂഹത്തിലാകെ പടർത്തുകയും ചെയ്തു. അങ്ങനെ ഈ സമൂഹത്തെയാകെ, പല തലമുറകളെയാകെ അറിവിൻ്റെ തെളിഞ്ഞ വെളിച്ചത്തിലേക്ക് മാറ്റി നിർത്തി. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. സാനുമാഷ് എന്നൊരാൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ലോകം ഇത്രത്തോളം വെളിച്ചമുള്ളതാകുമായിരുന്നില്ല എന്നതാണ്. നമ്മുടെ പുതുതലമുറ ഇത്രത്തോളം സാമൂഹ്യ സാംസ്കാരിക ബോധമുള്ളവർ ആവുമായിരുന്നില്ല. അത്ര വിപുലമായ രീതിയിൽ സ്വന്തം ജീവിതം കൊണ്ട് സമൂഹത്തെ പ്രബുദ്ധമാക്കുന്നതിനിടപെട്ട വ്യക്തിയാണ് സാനുമാഷ്. ആ നിരയിലുള്ള വ്യക്തികൾക്കൊന്നും പുതിയ കാലത്ത് പകരം വെക്കാൻ ആളുകളില്ല എന്നത് നാം ഓർമ്മിക്കണം. പകരക്കാരനില്ലാത്ത മഹാവ്യക്തിത്വമെന്ന് ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ സാനുമാഷിനെ നമുക്ക് മനസ്സിലാക്കാനാവും. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിനൊപ്പം സഞ്ചരിച്ച് ആ ചരിത്രവുമായി ഇടകലർന്ന് വളർന്നു വന്ന ജീവിതമാണ് സാനുമാഷിൻ്റേത്. പല തലമുറകൾക്ക് ഗുരുനാഥനായ, മലയാളിക്ക് സാഹിത്യ ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഗുരുശ്രേഷ്ഠരായ നിരവധി മഹത്തുക്കളുടെ ജീവിതം എന്താണെന്ന്
മനസ്സിലാക്കി കൊടുത്ത ആദരണീയനായ നിരൂപകനും ജീവചരിത്രകാരനും അധ്യാപകനും പ്രഭാഷകനും ഒക്കെയാണ് അദ്ദേഹം. കഴിഞ്ഞ 6-7 പതിറ്റാണ്ടിലെ കേരളത്തിൻ്റെ സാംസ്കാരിക പുരോഗതിക്ക് ചാലുകീറിക്കൊണ്ട് മുൻപേ നടന്ന വ്യക്തിത്വം എന്ന് പറയണം. സമൂഹവുമായി ഗാഢമായ ബന്ധം പുലർത്തിക്കൊണ്ടാണ് സാനുമാഷ് എന്നും ജീവിച്ചത്. ആ ബന്ധം പടർത്തുന്ന വെളിച്ചം അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാമുണ്ട്. സാഹിത്യ നിരൂപണ കൃതികളുടെ കാര്യമെടുക്കുക. സാമൂഹ്യവും സൗന്ദര്യാത്മകവുമായ പശ്ചാത്തലത്തിൽ ഒരുപോലെ മനസ്സൂന്നി മാത്രമേ അദ്ദേഹം സാഹിത്യകൃതികളെ മൂല്യനിർണ്ണയം ചെയ്തിട്ടുള്ളൂ. എഴുത്തുകാരൻ്റെ സ്വതന്ത്ര വ്യക്തിത്വത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ അയാൾക്ക് സമൂഹത്തോടുള്ള ബന്ധം എന്ത് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. പല നിരൂപകരും കൃതികളുടെ സൗന്ദര്യാംശം മാത്രം പരിശോധിച്ചപ്പോൾ സാമൂഹ്യാംശം കൂടി പരിശോധിക്കാൻ സാനുമാഷ് ശ്രദ്ധ വെച്ചു. എന്നും മാനവികതയോടൊപ്പം അദ്ദേഹം നിലകൊണ്ടു. അതിന് പ്രേരകമായ ദർശനം മുഖ്യമായും ശ്രീനാരായണ ഗുരുവിൽ നിന്നും കിട്ടിയതാണ് താൻ. ആ നവോത്ഥാന സാഹിത്യത്തെ കാലാനുസൃതമായി നവീകരിച്ച് പുതിയ സാഹചര്യം ഒരുക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിന് തെളിവാണ് ഇടതുപക്ഷ രാഷ്ട്രീയ ആഭിമുഖ്യം. സംഹാരാത്മകമായ നിലപാടുകൾ ഒരിക്കലും അദ്ദേഹം എടുക്കാറില്ല. കൃതി വ്യാഖ്യാനിച്ച് ആസ്വാദകന് അനുഭൂതികൾ പകർന്നു കൊടുക്കുന്ന ആസ്വദിപ്പിക്കലിൻ്റെ നിലപാടുകൾ എടുക്കാനാണ് എന്നും സാനുമാഷ് ശ്രമിച്ചിട്ടുള്ളത്. കേൾവിക്കാരൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രഭാഷണങ്ങളാണ് സാനുമാഷിൻ്റേത്. 60 കൊല്ലം മുൻപ് കാർത്തികപ്പള്ളിയിൽ മുണ്ടശ്ശേരി മാഷ് അധ്യക്ഷനായി നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്. മുൻപൊരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. സാനുമാഷും ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. തൻ്റെ നിലപാടുകളോട് ഒട്ടൊന്ന് വിയോജിച്ചുകൊണ്ട് സാനുമാഷ് പ്രസംഗിച്ചതിനെക്കുറിച്ച് അന്ന് മുണ്ടശ്ശേരി മാഷ് ശക്തമായ പ്രസംഗം എന്നഭിപ്രായപ്പെട്ടു. ആ പ്രസംഗത്തിൻ്റെ ശക്തിയും ചൈതന്യവും കേരളം അതുമുതൽ ഇങ്ങോട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രസംഗം കേൾക്കാൻ എത്തിയവരിൽ ഒരാൾ സാനുമാഷിൻ്റെ ഗുരു കൂടിയായ ആർ സുഗതനായിരുന്നു. അന്ന് ശിഷ്യനെ അരികെ വിളിച്ച് സുഗതൻ സാർ പറഞ്ഞത്, ഈ പ്രസംഗം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. സുഗതൻ സാർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് അന്ന് പറഞ്ഞത് സത്യമായി. സാനുമാഷിൻ്റെ പ്രസംഗം പിൽക്കാലത്ത് കേരളത്തിനാകെ അവകാശപ്പെട്ടതായി, പ്രത്യേകിച്ച് പുരോഗമന സാഹിത്യ പ്രസ്ഥാനങ്ങൾക്ക്. മലയാളത്തിൽ ജീവചരിത്ര സാഹിത്യശാഖയെ ഇതുപോലെ സമ്പന്നമാക്കിയ മറ്റൊരാളില്ല എന്ന് പറയാം. സാനുമാഷ് എഴുതിയ ജീവചരിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാരായണ ഗുരുസ്വാമി തന്നെ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരുപാട്
ജീവചരിത്ര കൃതികൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാനുമാഷിൻ്റേതിനോളം ദാർശനിക ഉൾക്കാഴ്ചയും സമഗ്രതയും മറ്റേതെങ്കിലും കൃതിക്കുണ്ടോ എന്ന് സംശയമാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര കൃതിയാകട്ടെ ഒരു നോവൽ പോലെ വായിച്ചു പോകാവുന്നതും, എന്നാൽ ചങ്ങമ്പുഴയുടെ മനസ്സിനെയും ജീവിതത്തെയും കുറിച്ച് പുതിയ ഉൾക്കാഴ്ച പകരുന്നതുമായ ജീവചരിത്ര കൃതിയാണ്. സഹോദരൻ അയ്യപ്പൻ മുതൽ വൈക്കം മുഹമ്മദ് ബഷീർ വരെ എത്രയോ പേരെക്കുറിച്ച് കേരളീയർ, പുതിയ തലമുറ സമഗ്രതയോടെ അറിഞ്ഞത് സാനുമാഷ് രചിച്ച അവരുടെ ജീവചരിത്ര കൃതികൾ പുറത്തു വന്നപ്പോഴാണ്. ഇത് മനസ്സിൽ വരുമ്പോഴാണ് ജീവചരിത്ര ശാഖയ്ക്ക് ഇത്രയേറെ സംഭാവന ചെയ്ത മറ്റൊരാളില്ല എന്ന് വിലയിരുത്തേണ്ടി വരുന്നത്. സാധാരണ വായനക്കാരനെ പോലും നിരൂപകൻ്റെ ഉയർന്ന തലത്തിലേക്ക് വളർത്തിയെടുക്കുകയും അയാൾക്ക് കൃതിയിലെ സൗന്ദര്യാനുഭവം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന അനുഭവാത്മകമായ നിരൂപണ രീതിയാണ് എന്നും സാനുമാഷ് അനുവർത്തിച്ചത്. പ്രഭാത ദർശനം, രാജവീതി, അവധാരണം തുടങ്ങിയ എത്രയോ കൃതികളിൽ ഇത് കാണാൻ കഴിയും. ഉൽപ്പതിഷ്ണത്വമുള്ളൊരു മനസ്സ് എന്നും സാനുമാഷ് സൂക്ഷിച്ചിട്ടുണ്ട്. സർ CP-യുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ശക്തിപ്പെടുകയും SNDP അതിനെ അനുകൂലിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ശ്രീനാരായണ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സാനുമാഷെ പോലുള്ള അന്നത്തെ വിദ്യാർത്ഥികൾ CP-ക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ആ ഉൽപ്പതിഷ്ഠത്വമാണ് ഈ പ്രസംഗം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ സുഗതൻ സാറിനെ പ്രേരിപ്പിച്ചത് എന്നതും ഓർമ്മിക്കണം. ആ ഉൽപ്പതിഷ്ഠത്വത്തിൻ്റെ സ്വാഭാവിക പരിണതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നുള്ള അഭ്യർത്ഥന സ്വീകരിക്കാനുള്ള മനസ്സ് കാട്ടാൻ പിന്നീടൊരിക്കൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ശ്രീനാരായണ ചിന്തകളുടെ തുടർച്ചയായി കൂടിയാണ് സാനുമാഷ് എന്നും പുരോഗമനാശയ രംഗത്ത് നിലകൊണ്ടത് എന്ന് കാണാൻ വിഷമമില്ല. പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ടൊരു ഘട്ടത്തിൽ ശക്തമായ നിലപാടെടുക്കാനുള്ള ധീരത അദ്ദേഹം കാട്ടിയെന്നതും എടുത്തു പറയണം. മനുഷ്യനോടും മനുഷ്യത്വത്തോടും ചേർന്ന് നിൽക്കുന്ന മനസ്സ്, അതാണ് സാനുമാഷിനെ ഇത്തരം സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകളിൽ എത്തിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വരണമെന്ന ക്ഷണം സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇടതുപക്ഷ ആഭിമുഖ്യം തന്നെയാണ്. ജീവചരിത്രകാരൻ, കലാസാഹിത്യ വിമർശകൻ, പത്രാധിപർ, പ്രഭാഷകൻ, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, നിയമസഭാ സാമാജികൻ, സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നിങ്ങനെ ഏതെല്ലാം നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായി. തൊട്ടതെല്ലാം മികച്ചതാക്കിയ ധന്യജീവിതം എന്നാവണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ. അപൂർവം പേർക്ക് മാത്രം സാധ്യമായ ഒരു സവിശേഷ ധന്യതയാണത്. അധ്യാപകനെന്ന നിലയിൽ എത്രയോ തലമുറകളെ വിശേഷജ്ഞാനത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് അദ്ദേഹം ഉയർത്തി. പ്രഭാഷകൻ എന്ന നിലയിൽ നവീനവും പുരോഗമനപരവുമായ ചിന്തകളുടെ പ്രകാശം പരത്തി. പത്രാധിപർ എന്ന നിലയിൽ
എത്രയോ ഇളം പ്രതിഭകളെ അദ്ദേഹം കൈപിടിച്ചുയർത്തി. ഇതൊക്കെ തന്നെയാണ് ഒരു ജീവിതത്തെ ധന്യമാക്കുന്ന ഘടകങ്ങൾ. നാടകത്തെക്കുറിച്ച് നാടകവിചാരം എന്ന പ്രാമാണിക ഗ്രന്ഥം അദ്ദേഹം എഴുതി. പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളെയും നാടക സിദ്ധാന്തങ്ങളെയും പരിചിതമാക്കിയ കൃതിയാണത്. പല തലമുറകളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് നയിച്ച അധ്യാപനത്തിൻ്റെ നീണ്ട ചരിത്രം ആ ജീവിതത്തിലുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് കേരളീയരെ സാഹിത്യരംഗത്ത് പ്രബുദ്ധമാക്കിയ പ്രഭാഷണ ചരിത്രം ആ ജീവിതത്തിലുണ്ട്. വിശിഷ്ടങ്ങളായ ലോകകൃതികളെ മനോഹരമായ ഭാഷയിൽ വായനക്കാർക്ക് പരിചയപ്പെടുത്തിയ വിമർശന ചരിത്രമുണ്ട്. ലോകം ശ്രദ്ധിക്കേണ്ട മലയാളത്തിൻ്റെ മഹാപ്രതിഭകളുടെ സാഹിത്യ ജീവിത വ്യക്തിത്വ വിശേഷങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്ത ജീവചരിത്ര രചനയുടെ ചരിത്രം അതിലുണ്ട്. ഇങ്ങനെ നോക്കിയാൽ സമാനതകളില്ലാത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സാനു മാഷ്. മാഷിൻ്റെ നവതി ആഘോഷങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. മാഷിന് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. പ്രിയപ്പെട്ട സാനുമാഷിനോട് എറണാകുളം പൗരാവലിക്കുള്ള സ്നേഹാദരങ്ങളുടെ പ്രതീകമായി അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്ന ചടങ്ങാണ് അടുത്തത്. പൊന്നാടി അണിയിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകളെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സാനുമാഷിൻ്റെ സംഭവബഹുലമായ ജീവിതത്തിന് എന്നും താങ്ങും തണലുമായി കൂടെ നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതസഖി രത്നമ്മ ചേച്ചിയെ പൊന്നാടയണിയിച്ച് മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. എറണാകുളം പൗരാവലിയുടെ സ്നേഹപ്രതീകമായി ഒരു ഉപഹാരം സാനു മാസ്റ്റർക്ക് സമർപ്പിക്കുന്നതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ അഭിമാനമായ സിനിമാ താരം മമ്മൂട്ടിയും ചേർന്ന് ഉപഹാരം നൽകുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി മുൻ MP-യും ഈ സംഘാടക സമിതിയുടെ ചെയർമാനുമായ ശ്രീ P. രാജീവിനെ ക്ഷണിക്കുന്നു. സാനുമാഷിന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ പൗരാവലി സ്വീകരണം നൽകുകയായിരുന്നു. പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. ബോധ്യവും ഉത്തരവാദിത്വവുമുള്ള തീർത്ഥാടനം ഇതാണ് ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പദ്ധതി ലക്ഷ്യം വെക്കുന്നത്. അയ്യപ്പന്റെ പൂങ്കാവനത്തെ മാലിന്യമുക്തമാക്കുന്നതിനായി ആയിരങ്ങളാണ് പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ ഭാഗമായി ഓരോ വർഷവും പ്രവർത്തിക്കുന്നത്. മാലിന്യമുക്തമായ തീർത്ഥാടനമെന്ന ലക്ഷ്യത്തോടെ സന്നിധാനത്ത് അയ്യപ്പ ഭക്തന്മാരാൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ജഡ്ജി മുതൽ തെരുവോരങ്ങളിൽ ജോലി ചെയ്യുന്നവർ വരെ ശബരിമലയിലെത്തിയാൽ ഇതിന്റെ ഭാഗമാകും. മാലിന്യം കൊണ്ട് വീർപ്പുമുട്ടുന്ന ശബരിമലയുടെ മുഖഛായ തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ് പദ്ധതി. പുണ്യം പൂങ്കാവനത്തിന്റെ നോഡൽ ഓഫീസർ P. വിജയൻ IPS. ഇനിയും കുറെ കാലം കൂടെ കഴിയുമ്പോൾ ഓരോരോ അയ്യപ്പ ഭക്തന്റെ മനസ്സിൽ ഇവിടെ ഒരു തുണ്ട് വേസ്റ്റ് പോലും ഇടരുത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധ ശ്രമിക്കുന്ന കാര്യം. കേവലമായ മാലിന്യ നിർമ്മാർജ്ജനം മാത്രമല്ല പദ്ധതിയുടെ ലക്ഷ്യം. ബോധവൽക്കരണം മുതൽ പുതിയ തീർത്ഥാടന സംസ്കാരം രൂപപ്പെടുത്തുന്നതിലും പദ്ധതി ശ്രദ്ധ പതിപ്പിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും അനാവശ്യമായി അയ്യപ്പ ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പദ്ധതിക്കായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ മാലിന്യമുക്ത ശബരിമല എന്നത് യാഥാർത്ഥ്യമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പദ്ധതിയുടെ പിന്നണി പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, ശബരിമല. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ദീർഘകാല സാമൂഹിക ഉത്തരവാദിത്വ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച
SIB സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഇ ശ്രീധരനാണ് 42 വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തത്. കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ, ഭിന്നശേഷിയുള്ളവർ തുടങ്ങിയവരുടെ തൊഴിൽപരമായ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനും ഉപജീവനം സാധ്യമാക്കുന്നതിനുമുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കോളർഷിപ്പ് ആരംഭിച്ചത്. ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് MDയും CEOയുമായ വിജി മാത്യു, ജനറൽ മാനേജർ VL പോൾ, ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാശ്രയ കോളേജുകളിലെ ഫീസിനും വേതനത്തിനും വ്യവസ്ഥകൾ വരുത്തുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വാശ്രയ കോളേജുകൾ അധ്യാപകർക്ക് മിനിമം വേതനം ഉറപ്പാക്കുകയും സർക്കാർ കോളേജുകളിലേതിന് തുല്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കോടിയേരി. വിദ്യാർത്ഥികൾ വാങ്ങുന്ന ഫീസിനും അധ്യാപകന്മാർക്ക് കൊടുക്കുന്ന വേതനത്തിനും അനധ്യാപകന്മാർക്ക് നൽകുന്ന വേതനത്തിനുമൊക്കെ വ്യക്തമായ വ്യവസ്ഥകൾ വരുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ നിയമനിർമ്മാണം ഈ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിൽ കൊണ്ടുവരണം. അതിനാവശ്യമായ നടപടികൾ LDF ഗവൺമെന്റ് മുൻകൈയെടുക്കും. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളുടെ പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകണം. അറിവിനെ സാമൂഹ്യവൽക്കരിക്കുക എന്ന സുപ്രധാന ദൗത്യമാണ് കേരളത്തിൽ സഭ ഏറ്റെടുത്തത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ സർക്കാർ നടത്തുന്ന യജ്ഞത്തിൽ സഭയുടെ കൂടി പിന്തുണ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ ജീവചരിത്ര ഗ്രന്ഥമായ ശ്രേഷ്ഠമീ ജീവിതം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബാവയുടെ ജീവിതം അധസ്ഥിതർക്കായി പോരാടുന്ന എല്ലാവർക്കും ശക്തി പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തോമസ് പ്രഥമൻ ബാവ തനിക്ക് ഗുരുസ്ഥാനീയനാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. MPമാർ, MLAമാർ, വിവിധ സഭാ മേലധ്യക്ഷന്മാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കത്തോലിക്ക സഭയുടെ ശ്രേഷ്ഠഭാവാസ്ഥാനത്തേക്കുണ്ടായ ഉയർച്ചയുടെ കഥ ആരിലും വിസ്മയം ജനിപ്പിക്കുന്നതാണ്. അർപ്പണബോധവും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും വറ്റാത്ത മനുഷ്യ സ്നേഹവും ഈ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള അടിസ്ഥാന ഘടകങ്ങളാണ്. ISL കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ കൊൽക്കത്തയെ നേരിടും. കൊച്ചിയിൽ വൈകിട്ട് 7-നാണ് മത്സരം. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി. ആദ്യ സെമി ഫൈനലിൽ എതിരില്ലാത്ത ഒരു ഗോളിനും രണ്ടാം സെമിയിൽ ഷൂട്ടൌട്ടിൽ 3-0 ഡൽഹിയെ തളച്ച കേരള ബ്ലാസ്റ്റേഴ്സ് തികഞ്ഞ പ്രതീക്ഷയിലാണ് ഫൈനലിനിറങ്ങുന്നത്. ഹോം ഗ്രൗണ്ടായ കലൂ സ്റ്റേഡിയത്തിൽ തുടർച്ചയായി 6 ജയം സ്വന്തമാക്കിയ അവർ കൊൽക്കത്തയെ തളച്ച് കന്നിക്കിരീടം ചൂടാമെന്ന കണക്കുകൂട്ടലിലാണ്. ISL ആദ്യ സീസണിൽ കൊൽക്കത്തയോട് പരാജയപ്പെട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ചാമ്പ്യൻ പട്ടം പൊലിഞ്ഞത്. അതിനൊരു മറുപടി നൽകാനുള്ള ഈ സുവർണാവസരം കോപ്പലും കുട്ടികളും മുതലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി. സെമി ഫൈനലുകളിൽ മഞ്ഞക്കാട് കണ്ടതിനാൽ പ്രതിരോധ താരം ഹോസു കളിക്കില്ല എന്നത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ്. മുംബൈയെ ആദ്യ സെമിയിൽ 3-2 രണ്ടാം സെമിയിൽ ഗോൾരഹിത സമനിലയിലും തളച്ചാണ് കൊൽക്കത്ത അവസാന അംഗത്തിന് ഇടം നേടിയത്. ഫൈനലിന് സാക്ഷിയാകാൻ ടീമുടമകളായ സച്ചിൻ ടെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും അടക്കമുള്ള പ്രമുഖരെത്തുമെന്നതിനാൽ കനത്ത സുരക്ഷയാണ് കലൂ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ISL ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റിനായി ആരാധകർ നെട്ടോട്ടം ഓടുമ്പോഴും ആയിരക്കണക്കിന് ടിക്കറ്റുകൾ കരിഞ്ചന്തക്കാർ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. കരിഞ്ചന്ത തടയാനായി ISL അധികൃതരോ കേരള ഫുട്ബോൾ അസോസിയേഷനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിറ്റ 2 പേരെ പാലരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ പ്രവേശനം ഉറപ്പാക്കിയത് മുതൽ റെക്കോർഡ് വേഗത്തിലാണ് ടിക്കറ്റ് വിൽപ്പന പൂർത്തിയായത്. വിൽപ്പന തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഓൺലൈൻ സൈറ്റായ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് വിറ്റ് തീർന്നതായി അറിയിപ്പ് വന്നു. വ്യാഴാഴ്ച ഉച്ചയോടെ തന്നെ സ്റ്റേഡിയത്തിലെ ടിക്കറ്റ് കൗണ്ടറിലും വിൽപ്പന പൂർത്തിയാക്കിയിരുന്നു. ഈ കൗണ്ടറുകൾ പൊളിച്ചു നീക്കുകയും ചെയ്തു. അതേസമയം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആരാധകർ ഇപ്പോഴും ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കൊച്ചിയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ 100 ടിക്കറ്റ് ഉണ്ട്, 100 ടിക്കറ്റ് ഒരാളതിലുണ്ട്. കാരണം ബ്ലാക്കിന് കൊടുക്കുമ്പോൾ ഒരാൾക്ക് ലിമിറ്റ് വെച്ച് കൊടുക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ രാവിലെ ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് ഒരു 60 ടിക്കറ്റ് അല്ലെങ്കിൽ 80 ടിക്കറ്റ് വീതമാണ് ഓരോരുത്തരും വന്നെടുത്തുകൊണ്ട് പോകുന്നത്. ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവർ സ്റ്റേഡിയത്തിന് ചുറ്റുമുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. ഞങ്ങൾ പരിശോധിച്ചു, കാര്യം ശരിയാണ്. ബൾക്കായി ടിക്കറ്റ് വാങ്ങി സൂക്ഷിച്ചിരിക്കുന്ന യുവാവ് പറയുന്നത് കേൾക്കുക. പിള്ളേർ എല്ലാവരും പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് ഈ ടിക്കറ്റ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 500 ടിക്കറ്റ് ഒരു 1500 കൊടുത്താലും മേടിക്കാൻ ആൾക്കാരുണ്ട്. അതേ കണക്ക് കബൂർ സീനായിട്ടിരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് എൻ്റെ ഒരു ടീം വിളിച്ചു, എൻ്റെ ഫ്രണ്ടാണ്, അവർക്കൊരു 50 ടിക്കറ്റ് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് 300 ടിക്കറ്റ് അവർ 500 തരാം. അവർ ക്യാഷ് അപ്പം തന്നെ ഇട്ട് വന്നു. ഞാൻ ടിക്കറ്റ് എടുത്തു. അവർ വന്നപ്പോൾ ബാക്കി ക്യാഷ് ഇനി അറേഞ്ച് ചെയ്ത് തരാം, സീനില്ല. എൻ്റെ കൂടെ ബേക്കിൽ നിന്നവരും 50, 60, 70 ടിക്കറ്റ് എടുക്കണേ.
അപ്പോൾ അവിടുത്തെ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ഇത്ര ടിക്കറ്റ് എടുക്കണേ? അപ്പോൾ പറഞ്ഞു ചേട്ടൻ ജീവിക്കണ്ടേ, ഈ 18-ാം തീയതി നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു എമൗണ്ട് എന്തായാലും ഒപ്പിക്കാൻ പറ്റും. കരിഞ്ചന്തക്കാർക്ക് പുറമെ ISL അധികൃതരും KFAയും ഒത്തുകളിച്ച് ടിക്കറ്റുകൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നതായും ആരാധകർക്ക് പരാതിയുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ എത്തിച്ച ആരാധകരെ ISL അധികൃതർ കൈയൊഴിഞ്ഞാലും ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന് കൈയും മെയ്യും മറന്ന പിന്തുണയാണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അലക്സ്, റാം മുഹമ്മദ്, കൊച്ചി.